ഹായ് സ്റ്റുഡൻസ്, എന്റെ പേര് ജിനു. ഫോക്കസ് ട്യൂഷൻ സെന്ററിന്റെ മൈക്രോ ടിപ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ഫിസിക്സിലെ കുറച്ച് ചാപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ 7 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മാത്രമല്ല, പരീക്ഷയ്ക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതിന്റെ ഒട്ടുമിക്ക ചോദ്യം പരീക്ഷയ്ക്ക് വരും. ഓക്കെ, പരീക്ഷയുടെ ടെൻഷൻ എന്ന് എനിക്കറിയാം. മറ്റന്നാ പരീക്ഷയാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു വീഡിയോ. അപ്പോൾ ചാപ്റ്റർ 1 മുതൽ ചാപ്റ്റർ 7 വരെ, ഫിസിക്സിലെ ചാപ്റ്റർ 1 മുതൽ ചാപ്റ്റർ 7 വരെയുള്ള എല്ലാ ചാപ്റ്ററിലെ മെയിൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ക്ലാസ് കുറച്ച് ലെങ്തി ആയിരിക്കും. എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യും. 90% മാർക്ക് ഈ വീഡിയോയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ, പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി നോക്കുക. ഓക്കെ, ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പ്രധാനമായിട്ടും ഇൻകാൻഡസ് ലാമ്പിനെ കുറിച്ചാണ് ഞാൻ തുടങ്ങുന്നത്. ഇൻകാൻഡസ് ലാമ്പിനകത്ത് ഉപയോഗിക്കുന്ന ഫിലമെന്റ് ഏതാണ്? ഒന്നാമത്തെ ചോദ്യം, അത് ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ഈ ടങ്സ്റ്റൺ ഫിലമെന്റിനകത്ത് ഉപയോഗിക്കുന്ന ഈ ഫിലമെന്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? 1, കിടക്കുന്നു, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. 2, ഹൈ റെസിസ്റ്റിവിറ്റി. 3, ഹൈ ഡക്റ്റിലിറ്റി. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ ഡക്റ്റിലിറ്റി. മറ്റൊന്നും കൂടെ ഉണ്ട്, എബിലിറ്റി ടു റിമെയിൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസേഷൻ. ഇത് അതുപോലെ പഠിച്ചു. ഓക്കെ, ഒരു മാർക്ക് ഉറപ്പിച്ചു. ഇനി ബൾബിനകത്ത് ഗ്യാസ് ഉണ്ടല്ലോ, ഈ ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇവോക്കേറ്റ് ചെയ്യാറുണ്ട്. എന്തിനാണ് ഇവോക്കേറ്റ് ചെയ്യുന്നത്? ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്? ടങ്സ്റ്റനുമായിട്ടുള്ള ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാനാണ് ഇതിൻ്റെ അകത്തുള്ള ഗ്യാസുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ ലോ പ്രഷറിൽ എന്ത് നിറപ്പിക്കാറുണ്ട്? ഇനേർട്ട് ഗ്യാസുകൾ നിറപ്പിക്കാറുണ്ട്. എന്തിനു വേണ്ടി? വേപ്പറൈസേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, എന്നാൽ ഇക്കാലങ്ങളിൽ നൈട്രജനാണ് ഇനേർട്ട് ഗ്യാസിന് പകരം ഉപയോഗിച്ചിരുന്നത്. ലോ പ്രഷറിൽ നൈട്രജനാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇത്രയും പഠിച്ചല്ലോ. ഇനി അടുത്ത് രണ്ടാമത്തതാണ് സേഫ്റ്റി ഫ്യൂസ്. നമുക്കറിയാം, സേഫ്റ്റി ഫ്യൂസ് ഏതൊക്കെ സാഹചര്യത്തിലായിരിക്കും മെൽറ്റ് ചെയ്യുക? ഏതൊക്കെ ആയിരിക്കും സർക്കംസ്റ്റാൻസസ്? 1, ഓവർലോഡ്. മറ്റൊന്ന് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, മാത്രമല്ല വീട്ടിൽ സേഫ്റ്റി ഫ്യൂസ് എങ്ങനെ കണക്ട് ചെയ്യും? അത് സീരീസ് കണക്ഷൻ, ശ്രേണി രൂപത്തിൽ സീരീസ് കണക്ഷനിൽ. ഈ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലോയ് ഏതൊക്കെയാണ്? 1, ടിന്ന്. മറ്റൊന്ന് ലെഡ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റും ഹൈ റെസിസ്റ്റിവിറ്റിയാണ്. അപ്പോൾ ഒരു സേഫ്റ്റി ഫ്യൂസിന്റെ പ്രത്യേകത എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റും ഹൈ റെസിസ്റ്റിവിറ്റിയാണ്. ഓക്കെ, പഠിച്ചല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്, ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റർ 2 രീതി കണക്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സീരീസിലും മറ്റൊന്ന് പാരലലും. അപ്പൊ 2 രീതി കണക്ട് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഒന്ന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുന്നുവെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഇനി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് എന്തായിരിക്കും? കറണ്ടിനെ കാണിക്കുന്ന അഡ്രസ് ഐ അല്ലേ? കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പാരലാണെങ്കിൽ കറണ്ട് എങ്ങനെയായിരിക്കും? വ്യത്യാസപ്പെടും. ഓക്കെ, കറണ്ട് എന്തെയും ഡിഫറെന്റ് ആയിരിക്കും. പാരൽ കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കറണ്ട് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഈ റെസിസ്റ്റൻസുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് എങ്ങനെയായിരിക്കും? അത് ഡിഫറെന്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കാണിക്കുന്ന ലെറ്റർ എന്താണ്? വി. അതായത് വോൾട്ടേജിനെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഒറ്റ സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. 1 സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് സീരീസ് കണക്ഷൻ. എന്നാൽ സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റും ഏതിലെ? പാരലൽ കണക്ഷനിൽ. പഠിച്ചേ, ഇത് തിരിഞ്ഞു പോലല്ലോ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ അല്ലെങ്കിൽ അലോയ് ഏതാണ്? അത് നിക്രോം ആണ്. എന്തൊക്കെ ചേർത്താണ് ഈ നിക്രോം ഉപയോഗിച്ചിരിക്കുന്നത്? 1 നിക്കൽ, മറ്റൊന്ന് ക്രോമിയം, മൂന്നാമത്തത് അയൺ. നിക്കൽ, ക്രോമിയം, അയൺ. പഠിച്ചേ, നിക്കൽ, ക്രോമിയം, അയൺ. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും ഈ ഹീറ്റിംഗ് കോയിലിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ? അത് നമ്മൾ പഠിച്ചോ. ഹൈ റെസിസ്റ്റിവിറ്റി. രണ്ടാമത്തത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും. മൂന്നാമത്തത് എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. ചുട്ടുപഴുത്ത ചുവന്ന നിറത്തിൽ ഓക്സിഡേഷൻ കൂടാതെ നിൽക്കാൻ ആർക്ക് പറ്റും? ഹീറ്റിംഗ് കോയിലിന് പറ്റും. ഓക്കെ, പഠിച്ച മക്കളെ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് വീണ്ടും പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കറണ്ടും ഹീറ്റും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ ജൂൾസ് നിയമ പ്രകാരം കറണ്ടും ഹീറ്റും തമ്മിലുള്ള റിലേഷൻ ചോദിക്കാറുണ്ട്. കറണ്ട് ഇരട്ടിയായാൽ ഹീറ്റ് എത്ര മടങ്ങാവും? അത് 4 മടങ്ങാവും. എത്ര മടങ്ങാവും? 4 മടങ്ങാവും. കറണ്ട് പാതിയായാലോ ഹീറ്റ് 1/4 ആയിട്ട് കുറയും. അതുപോലെ റെസിസ്റ്റൻസും ടൈമും ഡബിൾ ആയി കഴിഞ്ഞാൽ ഹീറ്റും ഡബിൾ ആവും. റെസിസ്റ്റൻസും ടൈമും ഹാഫ് ആയി കഴിഞ്ഞാലോ ഹീറ്റും ഹാഫ് ആവും, 1/2 ആവും. ഓക്കെ, പഠിച്ചല്ലോ. അതിൽ കറണ്ടും ഹീറ്റും ഒന്ന് ശ്രദ്ധിച്ചോണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
ഇനി നമ്മൾ പഠിക്കാറുണ്ട് ഡിവൈസുകൾ തന്നിട്ട് അതിന്റെ എനർജി ചേഞ്ച് പഠിക്കാറുണ്ട് അല്ലേ. ഇവിടെ യൂസ് അല്ല നമ്മൾ വരേണ്ടത് എനർജി ചേഞ്ച് ആണ്. എനർജി ചേഞ്ച്, എനർജി കൺവേർഷൻ എന്നോ എനർജി ട്രാൻസ്ഫോം എന്നോ എനർജി ചേഞ്ച് എന്നോ ഒക്കെ ചോദിക്കും. അപ്പൊ ഇലക്ട്രിക് ബൾബിൽ എനർജി ചേഞ്ച് എന്താണ്? ആ ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി. ഇലക്ട്രിക് എനർജി എന്താക്കുന്നു? ലൈറ്റ് എനർജി ആക്കുന്നു. ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്നത് ഹീറ്റ് കിട്ടാനാണെങ്കിലും അത് എന്താക്കുന്നു? ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി ആകുന്നു. ഓക്കെ, ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. ഇനി അടുത്ത് സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജ് ചെയ്യുമ്പോഴോ ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. ഇലക്ട്രിക് എനർജി എന്താക്കുന്നു? കെമിക്കൽ എനർജി ആക്കുന്നു. അടുത്ത് മിക്സിയിലെ ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി. ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി. ഇനി കഴിഞ്ഞ മുമ്പിലത്തെ പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 1 വോൾട്ട്? അങ്ങനെയല്ല ചോദിച്ചത്. ഈ ഒരു പ്രസ്താവന ഉണ്ടോ? ഈ ഒരു പ്രസ്താവന ഇത് എന്തിനെ സൂചിപ്പിക്കുന്നത്? അപ്പൊ 1 വോൾട്ടിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് 1 വോൾട്ട്? ഒരു കൂളം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ 1 ജൂൾ വർക്ക് ഡൺ നടത്തിയെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? 1 വോൾട്ട്. പഠിച്ചല്ല ഈ പ്രസ്ഥാനം അതുപോലെ പഠിച്ചത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് വിൽ ബി 1 വോൾട്ട് if 1 joule of work done is to moving 1 coulomb of charging from one point to another. പഠിച്ചേ ഒന്നാമത്തെ പാഠത്തിൽ ഏറെക്കുറെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനിയും നമ്മൾ കുറച്ച് കണക്കുകൾ ഉണ്ടെങ്കിലും അതൊന്നും ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റൂല. എന്നാലും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ഇവിടെ നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് നേരെ പോകാം രണ്ടാമത്തെ പാഠം. രണ്ടാമത്തെ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ടോപ്പിക്കാണ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ അതിന് ചുറ്റും എന്തുണ്ടാവും? അതിന് ചുറ്റും ഉറപ്പായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂട്ടിയാൽ മതി. ഈ മാഗ്നറ്റിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ മതി. അപ്പം കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ ഉണ്ടാവുന്ന മാഗ്നറ്റിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാം. കറണ്ടിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ മറ്റൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് സോളിനോയിഡ്? ഒരു ഹെലിക്സ് ആകൃതിയിൽ ചുറ്റപ്പെട്ട കണ്ടക്ടേഴ്സിനെ ഇൻസുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സോളിനോയിഡ് എന്ന് വിളിക്കും. ഒരു സോളിനോയിഡിലെ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ സൗത്ത് പോളും നോർത്ത് പോളും എങ്ങനെ നമുക്ക് മനസ്സിലാവും? കറണ്ട് പോകുന്ന ദിശ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം? സൗത്ത് പോളും നോർത്ത് പോളും മനസ്സിലാക്കാം. ഇപ്പോ കറണ്ട് പോകുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ഏത് പോളായിരിക്കും? സൗത്ത് പോളും. കറണ്ട് പോകുന്ന ദിശ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ഏത് പോളായിരിക്കും? നോർത്ത് പോളും ആയിരിക്കും. ഓക്കെ, ഇനി കഴിഞ്ഞ പ്രാവശ്യം 2023 കുട്ടികളെ വെള്ളം കുടിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അന്ന് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് ഇതിൽ ഏതാണ് നോർത്ത് പോൾ ഏതാണ് സൗത്ത് പോൾ എന്ന് ചോദിക്കും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആദ്യം അറിയേണ്ടത് ഇതിൽ ഏതാണ് പോസിറ്റീവ് ടെർമിനൽ എന്നറിയാം. ഈ വലിയ വരെയാണ് പോസിറ്റീവ് ടെർമിനൽ. അവിടെ നിന്ന് എങ്ങോട്ട് പോകും? എ നിന്ന് ബിയിലോട്ട് കറണ്ട് പോകും. എ നിന്ന് ബിയിലോട്ട് കറണ്ട് പോകുന്നത് ശരി തന്നെയാണ്. അപ്പോൾ എ എന്ന പോൾ ഏത് പോളാണ്? ബി എന്ന പോൾ ഏത് പോളാണ്? അപ്പൊ എ എന്ന പോൾ നോർത്തും ബി എന്നത് സൗത്തും ആയിരിക്കും. അതെങ്ങനെ കിട്ടി നോക്കോ മക്കളെ. ഇവിടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടല്ലേ കറണ്ട് പോകുന്നത്. കറണ്ട് പോകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ എ എന്ന പോയിന്റിൽ കൂടെയാണ്. എ എന്ന പോയിന്റിൽ കൂടെ നോക്കുന്നു. ബിയിലൊരു ക്ലോക്ക് വെച്ചേക്കുന്നു. ബിയിലൊരു ക്ലോക്ക് വെച്ചേക്കുമ്പോൾ ക്ലോക്ക് കറങ്ങുന്നതിന് എതിർ ദിശയിലാണ് ഇവിടെ കമ്പി ചുറ്റപ്പെട്ടിരിക്കുന്നത് കേട്ടാ. ക്ലോക്ക് കറങ്ങുന്നതിന്റെ എതിർ ദിശയിലാണ് കമ്പി ഇങ്ങനെ ചുറ്റിരിക്കുന്നത് കേട്ടാ. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് പോളായിരിക്കും? അത് നോർത്ത് പോളായിരിക്കും. കാരണം കറണ്ട് പോകുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് സൗത്ത് പോളും ആയിരിക്കും. തെറ്റിക്കരുത്. ഇനി ആ ചിത്രം ഇതൊക്കെ തിരിഞ്ഞു വരികയാണ്. ഇപ്പുറത്ത് കണ്ട ഒരു ചിത്രം, ഒരു ഒബ്സർവർ എക്സ് എന്ന പോയിന്റിൽ കൂടെ നോക്കിയാണ്. കറണ്ട് എക്സിന്ന് ഒയിലോട്ടാണ് കറണ്ടിന്റെ പോക്ക്. പക്ഷെ ചുറ്റപ്പെട്ടിരിക്കുന്ന ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ്. അത് ക്ലോക്ക് വൈസിലാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് എൻഡിൽ ഒരു ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ഒയിലൊരു ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുന്ന ആൾക്ക് കറണ്ട് പോകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും കറണ്ട് പോകുന്ന ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോള്, ഇപ്പുറത്ത് നോർത്ത് പോളും ആയിരിക്കും. അപ്പൊ എക്സ് എന്നത് സൗത്ത് പോളും വൈ എന്നത് നോർത്ത് പോളും ആയിരിക്കും. ഓക്കെ, ടെൻഷൻ ഒന്നും വേണ്ട. മനസ്സിലാവാത്തൊരു ഒരിക്കൽ കൂടി അത് നോക്കി പഠിച്ചാൽ എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കി പോകാം. വളരെ പാടായിട്ടൊന്നും ചാപ്റ്റർ ഒന്നും അല്ല ഇത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് പരീക്ഷയ്ക്ക് പലരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സോളിനോയിഡ് വൈൽ കറണ്ട് ക്യാരിങ്? ഒരു സോളിനോയിഡിൽ കറണ്ട് ക്യാരിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോളിനോയിഡിൽ എന്തുണ്ടാവും? സോളിനോയിഡ് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം? 1, കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂട്ടുക. 2, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, കോയിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. 3, കോയിന്റെ തിക്നെസ് കൂട്ടുക. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം? അതിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാം. ഓക്കെ, ഇനി ഇതും ഇ എം എഫിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ തിരിഞ്ഞു പോകരുത്. ഇവിടെ പറയുന്നത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, കറണ്ട് കടത്തി വിടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. അതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ തീവ്രത സ്ട്രെങ്ത് എങ്ങനെ വർദ്ധിപ്പിക്കാന്നാണ് ഇവിടുത്തെ ചോദ്യം. അതേപോലെ ഒരു ചോദ്യമാണ് ബാർ ഡയഗ്രാമും സോളിനോയിഡും തമ്മിലുള്ള വ്യത്യാസം. ബാർ ഡയഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ സോളിനോയിഡ് ടെമ്പററി മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ സോളിനോയിഡ് നമുക്ക് എന്ത് ചെയ്യാം? പൊളാരിറ്റി ചേഞ്ച് ചെയ്യാം.
ബാർമാറ്റിന്റെ സ്ട്രെങ്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ സോളിനോയിഡിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യാം? വർദ്ധിപ്പിക്കാം. ഇത് മൂന്നും പഠിച്ചാൽ ആദ്യം നമുക്ക് എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക് കിട്ടും. പഠിച്ച ഇനി പരീക്ഷയ്ക്ക് തിരിയാൻ ചാൻസ് ഉള്ള 3 റൂളാണ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിൻസ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, അത് എന്താണ് മാക്സ്വെൽസ് തമ്പ് റൂൾ? അത് എന്തിനാണ് സഹായിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണം, ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നമ്മളൊരു തമ്പ് നമ്മുടെ വലത്തെ കയ്യിൽ പിടിക്കുമ്പോൾ തമ്പ് കറണ്ടിന്റെ ഡയറക്ഷനെയും അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന വിരലുകൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്, ഒരു കണ്ടക്ടറിലൂടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് സഹായിക്കും? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, മാക്സ്വെലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ സഹായിക്കും. അപ്പൊ എന്തായിരിക്കും ഫ്ലെമിൻസിന്റെ ലെഫ്റ്റ് ഹാൻഡ് പറയുന്നത്? ഫ്ലെമിൻസിന്റെ ലെഫ്റ്റ് ഹാൻഡ് പറയുന്നത് ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ് ഇതെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡിഗ്രി വയ്ക്കുമ്പോൾ ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയും മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷനെയും തമ്പ് കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പം റൈറ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത്? അത് പറയേണ്ടത് ഇങ്ങനെയാണ്: ഫോർ ഫിംഗർ, തമ്പ് ആൻഡ് മിഡിൽ ഫിംഗർ അത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ വയ്ക്കുമ്പോൾ ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയും തമ്പ് ഫോഴ്സ് ഓഫ് ദ കണ്ടക്ടറിന്റെ ഡയറക്ഷനെയും അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാക്കുന്ന ഡയറക്ഷനെ കാണിക്കുന്നതാണ് മിഡിൽ ഫിംഗർ. അപ്പൊ അവിടെ പഠിച്ചോ, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്ലെമിൻസ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. ഫ്ലെമിൻസ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പഠിച്ച മക്കളെ. ഇനി അടുത്ത് മോട്ടറും ലൗഡ് സ്പീക്കറും. ഇത് രണ്ടും മിക്ക പരീക്ഷ പേപ്പറിലും കാണാറുണ്ട്. ഒരു ചിത്രം നിന്നിട്ട് ഇത് മോട്ടറാണോ ജനറേറ്റർ ആണോ നിങ്ങൾ തിരിച്ചറിയും. ഇവിടെ നോക്കുക, ഇതൊരു ബാറ്ററി അല്ലേ? ബാറ്ററിയിലാണെങ്കിൽ അതിന്റെ അർത്ഥം കറണ്ട് സപ്ലൈ ചെയ്യുന്നു. കറണ്ട് സപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? മോട്ടറിലാണ്. അല്ല, അവിടെ ഒരു ഗാൽവനോമീറ്റർ ആയിരുന്നെങ്കിൽ അത് ജനറേറ്റർ ആവുമായിരുന്നു. ഇനി ഇത് ഏത് ബാറ്ററി, ഇത് ഏത് മോട്ടറാണ്? DC ആണോ AC ആണോ? ഇതൊക്കെ റിങ് കണ്ട സ്പ്ലിറ്റ് റിംഗ് അല്ലേ? സ്പ്ലിറ്റ് റിംഗ് ഒന്നിനെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നു. സ്പ്ലിറ്റ് റിംഗ് ആയിട്ട് അത് DC മോട്ടറാണ്. DC മോട്ടറാണ്. ഇനി മോട്ടറിന്റെ പാർട്സ് ഏതൊക്കെ? ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റുകൾ, പെർമനന്റ് മാഗ്നറ്റുകൾ, ആർമേച്ചർ, റിങ്ങുകൾ, മാത്രമല്ല ബ്രഷുകൾ. ഇതിലെ റിങ്ങുകളുടെ ഉപയോഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഹാഫ് റൊട്ടേഷനിലും എന്ത് ചെയ്യുക? കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണ് സ്പ്ലിറ്റ് റിങ്ങുകൾ ഉപയോഗിക്കുന്നത്. DC മോട്ടറിൽ സ്പ്ലിറ്റ് റിങ്ങുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലൗഡ് സ്പീക്കറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? അത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. ഇതിലെ എനർജി ചേഞ്ച്, ലൗഡ് സ്പീക്കറിൽ ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു സൗണ്ട് എനർജി, സ്പീക്കറിലെ ഇലക്ട്രിക് എനർജി ശബ്ദോർജ്ജമായിട്ട് മാറ്റുന്നു. ഓക്കെ, ഇതിലെ പാർട്സുകൾ പഠിച്ചോണേ. ഡയഫ്രം, അതുപോലെ തന്നെ വോയിസ് കോയിൽ, അതുപോലെ തന്നെ ഫീൽഡ് മാറ്റ്, ഇതൊക്കെയാണ് പാർട്സുകൾ. ഇതിന്റെ വർക്കിംഗും പഠിച്ചു പോകണം. ഇനി വോയിസ് കോയിലാണ് ഇതിന്റെ മൂവിംഗ് പാർട്ട്. അതെല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം വൺ വേർഡ് ക്വസ്റ്റ്യൻ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അത് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അപ്പൊ രണ്ടാമത്തെ പാഠം നമ്മൾ എന്ത് ചെയ്തു? കവർ ചെയ്ത് കഴിഞ്ഞു. ചാപ്റ്റർ 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യമാണ്: ഹൗ കൻ വി ഇൻക്രീസ് ദ EMF ഓഫ് എ സോളിനോയിഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ സോളിനോയിഡ്? ഒരു സോളിനോയിഡിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ EMFന്റെ സ്ട്രെങ്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം? ഒരു സോളിനോയിഡിന്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോളിനോയിഡിൽ EMF ഉണ്ടാവും. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പറയുകയാണ്. EMFന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്ന്, നമ്പർ ഓഫ് ടേൺസ്, സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടണം. 2, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണം. 3, റിലേറ്റീവ് മോഷൻ, ഒന്നുകിൽ സോളിനോയിഡിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിന്റെ റിലേറ്റീവ് മോഷന്റെ സ്പീഡ് എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം? EMFന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇനി ഒരു ടിപ്പാണ്, പഠിച്ചോ. പ്രിൻസിപ്പിൾസ്, അതായത് കുറച്ച് ഡിവൈസ് എന്നിട്ട് അതിന്റെ പ്രിൻസിപ്പിൾസ് പഠിക്കാം. ഓക്കെ, മോട്ടറിന്റെ പ്രിൻസിപ്പിൾ മോട്ടർ തന്നെ. ലൗഡ് സ്പീക്കറിന്റെ പ്രിൻസിപ്പിൾ ഏതാണ്? അത് മോട്ടർ പ്രിൻസിപ്പിൾ ആണ്. ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ അത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. മൂവിംഗ് കോയിൽ മൈക്രോഫോണും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെ. ഇൻഡക്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചാൽ സെൽഫ് ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചാൽ കഴിഞ്ഞാൽ അത് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. തെറ്റിക്കല്ലേ? ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, ഇനി കുറച്ച് ഗ്രാഫുകളും കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ചിത്രത്തിൽ നോക്കിയോ, ഇതിൽ ഏതാണ് DC ജനറേറ്റർ, AC ജനറേറ്റർ? ഇതെങ്ങനെ ജനറേറ്റർ എന്ന് തിരിച്ചറിഞ്ഞു നോക്കിക്കോടാ. ഇവിടെ കണ്ടോ ഒരു ഗാൽവനോമീറ്ററിന്റെ സിമ്പിൾ ആരോ മാർക്ക്. അതിന്റെ അർത്ഥം സപ്ലൈ ഔട്ട്പുട്ടിലോട്ട് കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. പുറത്തേക്ക് കറണ്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാണ്? മോട്ടറല്ല, ജനറേറ്റർ ആണ്. ഇനി ഇത് ഏത് ജനറേറ്റർ ആണ്? ഇത് DC ജനറേറ്റർ ആണ്. അങ്ങനെ മനസ്സിലായി? സ്പ്ലിറ്റ് റിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു റിങ്ങിനെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഇത് സ്പ്ലിറ്റ് റിംഗ് ആണെങ്കിൽ അത് DC ജനറേറ്റർ. ഇനി 2 റിംഗ് ഉണ്ടെങ്കിൽ അത് സ്ലിപ്പ് റിംഗ് ആണ്. സ്ലിപ്പ് റിംഗ് ആണെങ്കിൽ അത് AC ജനറേറ്റർ ആയിരിക്കും. ഇനി ജനറേറ്ററിൽ എത്ര പാർട്സ് ഉണ്ട്? പ്രധാനമായിട്ടും ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ആർമേച്ചർ ഉണ്ട്, ബ്രഷസ് ഉണ്ട്, അതുപോലെ തന്നെ റിങ്ങുകളുണ്ട്. ഓക്കെ, ഇതിലെ റിങ്ങുകളെക്കാളും ഉപയോഗം ബ്രഷുകൾക്കാണ്. ബ്രഷുകളുടെ എന്താണ് ഉപയോഗം? അതായത് ഈ ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ട് പുറത്തേക്ക് എത്തിക്കുക, ഇതാണ് അതിന്റെ ഉപയോഗം. ഇനി ഒരു AC ജനറേറ്റർ ആണെങ്കിലും പറയുന്നത് ശ്രദ്ധിക്കുക, ഒരു AC ജനറേറ്റർ ആയിരുന്നാലും DC ജനറേറ്റർ ആയിരുന്നാലും അതിന്റെ ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ട് ഏതാണ്? അത് AC കറണ്ടാണ്. തെറ്റിക്കല്ലേ? ഒരു AC ജനറേറ്റർ ആയിരുന്നാലും DC ജനറേറ്റർ ആയിരുന്നാലും അതിന്റെ ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ട്
AC കറണ്ട് ആണ്. ഇനി ഇപ്പൊ മോഡൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യം, ഒരു DC ജനറേറ്ററിന്റെ ഫീൽഡ് മാഗ്നറ്റ് കറക്കി കഴിഞ്ഞാൽ, അതായത് ആർമേച്ചർ സ്റ്റേഷനറിയാണ്, ഫീൽഡ് മാഗ്നറ്റ് കറക്കി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഗ്രാഫ് ഏതാണ്? അത് AC കറണ്ടിൽ ഉണ്ടാവുന്ന EMFന്റെ ഗ്രാഫിന് തുല്യമായിരിക്കും കേട്ടാ. അപ്പൊ ശ്രദ്ധിക്കുക, ആർമേച്ചർ സ്റ്റേഷനറി ഫീൽഡ് മാഗ്നറ്റ് കറങ്ങി കഴിഞ്ഞാൽ AC യിലുണ്ടാവും. അത് DC ജനറേറ്റർ ആണെങ്കിൽ പോലും അതിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് AC യുടെ ഗ്രാഫ് ആയിരിക്കും. അപ്പൊ പഠിച്ചോ, AC ജനറേറ്ററിൽ ഉണ്ടാവുന്ന EMFന്റെ ഗ്രാഫ് ഇതാണ്. ഇതിന്റെ പ്രത്യേകത മാഗ്നിറ്റ്യൂഡ് കൂടിയും കുറഞ്ഞിരിക്കുന്നു, EMFന്റെ ഡയറക്ഷനും ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് കൂടും കുറയുന്നുണ്ട്, EMFന്റെ ഡയറക്ഷൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ചിത്രം കാണിച്ചിരിക്കുന്നത് DC ബാറ്ററിയാണ്. DC ബാറ്ററിയിൽ മാഗ്നിറ്റ്യൂഡും മാറുന്നില്ല, EMFന്റെ ഡയറക്ഷനും മാറുന്നില്ല. മൂന്നാമത്തത് DC ജനറേറ്റർ ആണ്. DC ജനറേറ്ററിൽ ഡയറക്ഷനിൽ മാറ്റമില്ല, പക്ഷെ എന്തിനു മാറ്റമുണ്ട്? മാഗ്നിറ്റ്യൂഡിന് മാറ്റമുണ്ട്. ഓക്കെ, പഠിക്കുക, തെറ്റിപ്പോലെ ഇത് പരീക്ഷയ്ക്ക് 3 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 2 ചിത്രങ്ങൾ, ഇത് ഏത് ചിത്രം, ഇത് ഏത് ചിത്രമാണ്? ഇത് സൂചിപ്പിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഓക്കെ, മ്യൂച്വൽ 2 കോയിലുണ്ട്. ഒരു കോയിലില് കറണ്ടിനെ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത കോയിൽ എന്തുണ്ടാവും? EMF ഉണ്ടാവും. അങ്ങനെ ഈ ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. ഓക്കെ, ഇവിടെ AC കറണ്ട് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്യും. DC കറണ്ട് ആയതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്യില്ല, സ്വിച്ച് ഓൺ ഓഫ് ആക്കിയാൽ മാത്രമേ ബൾബ് ഗ്ലോ ചെയ്യത്തുള്ളൂ. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ചിത്രം നോക്കി, സെൽഫ് ഇൻഡക്ഷനിൽ പ്രവർത്തിക്കുന്ന ഡിവൈസ്, അല്ലെങ്കിൽ ഒരേ കോയിലിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്ക് EMF ഉണ്ടായി കഴിഞ്ഞാൽ അത് സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതിഭാസം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യത്തിലെ DCയും രണ്ടാമത്തിലെ AC കറണ്ടാണ് സപ്ലൈ ചെയ്യുന്നത്. ഏതിലായിരിക്കും AC ജനറേറ്റർ ഉണ്ടാവുന്നത്? ഏതിലായിരിക്കും സെൽഫ് ഇൻഡക്ഷൻ എന്ന പ്രതിഭാസം നടക്കുന്നത്? രണ്ടാമത്തെ ചിത്രമായ AC കറണ്ട് സപ്ലൈ ചെയ്തായിരിക്കും എന്തുണ്ടായിരിക്കുന്നത്? സെൽഫ് ഇൻഡക്ഷൻ. കാരണം ഒരു കണ്ടക്ടറിലൂടെ AC കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവരൊരു ബാക്ക് EMF ഉണ്ടാവും. ഈ ബാക്ക് EMF വോൾട്ടേജ് അല്ലെങ്കിൽ എഫക്റ്റീവ് വോൾട്ടേജ് കുറയ്ക്കും. ഈ പ്രതിഭാസമാണ് അത് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷനിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസിന്റെ പേരാണ്, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, ഇൻഡക്ടർ. ഓക്കെ, ആ ഇൻഡക്ടറിന്റെ പ്രധാനപ്പെട്ട 1-2 ചോദ്യമാണ്. എന്തുകൊണ്ട് ഇൻഡക്ടറുകൾ AC സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇൻഡക്ടർ DC സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നില്ല? 2 ചോദ്യത്തിന് ഒരു ഉത്തരവാണ്. AC സർക്യൂട്ടിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? AC കറണ്ടിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ബാക്ക് EMF ഉണ്ടാകത്തുള്ളൂ. ബാക്ക് EMF ഉണ്ടായാലും സെൽഫ് ഇൻഡക്ഷൻ എന്ന പ്രതിഭാസം നടക്കുന്നു. സെൽഫ് ഇൻഡക്ഷൻ എന്ന പ്രതിഭാസത്തിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഇൻഡക്ടറുകൾ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം കണ്ടോ, റെസിസ്റ്ററുകൾ ഇൻഡക്ടറിന് പകരം ഉപയോഗിക്കാത്തത് എന്താണ്? റെസിസ്റ്ററുകൾ ഉറപ്പായിട്ടും പവർ കുറയ്ക്കും. ഇൻഡക്ടറുകളുടെ ഉപയോഗം എന്ന് വെച്ചാൽ പവർ നഷ്ടം കൂടാതെ കറണ്ടിനെ ചേഞ്ച് ചെയ്യാനാണ് എന്ത് ചെയ്യുക? ഇൻഡക്ടർ ഉപയോഗിക്കുന്നത്. പക്ഷെ റെസിസ്റ്ററുകൾ എന്ത് ചെയ്യും? കറണ്ട് കുറയ്ക്കും, പവർ കുറയ്ക്കും. പവർ കുറച്ച് കഴിഞ്ഞാൽ ഹീറ്റിന്റെ രൂപത്തിലാണ്, ഹീറ്റ് ഉള്ളതുകൊണ്ടാണ് പവർ കുറയുന്നത്. അതുകൊണ്ടാണ് എന്തിനു പകരം ഉപയോഗിക്കാത്തത്? ഇൻഡക്ടറിന് പകരം റെസിസ്റ്റർ ഉപയോഗിക്കാത്തത്. പഠിച്ചേ. ഇനി അടുത്ത് മറ്റൊന്ന്, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. മൂവിംഗ് കോയിൽ മൈക്രോഫോണിൽ നോക്കിക്കോ, ഇതിൽ എനർജി ചേഞ്ച് പഠിക്കുക. എനർജി ചേഞ്ച്, സൗണ്ട് എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക് എനർജിയാണ്. ഓക്കെ, നമ്മൾ ഒരു മൈക്കിൽ സൗണ്ട് എനർജി എന്താക്കുന്നു? ഇലക്ട്രിക് എനർജി, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക് എനർജി. പ്രിൻസിപ്പിൾ ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. പ്രിൻസിപ്പിൾ ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഇനി ഇതിന്റെ മെയിൻ പാർട്സുകൾ, ഡയഫ്രം, വോയിസ് കോയിൽ, പെർമനന്റ് മാഗ്നറ്റ്. പഠിച്ചിട്ട് പോവാ, ഡയഫ്രം, വോയിസ് കോയിൽ, പെർമനന്റ് മാഗ്നറ്റ്. ഇതിൽ മൂവിംഗ് പാർട്സ് എന്ന് വെച്ചാൽ ഡയഫ്രവും വോയിസ് കോയിലും ആണ്. ഓക്കെ, പഠിച്ചാ. ഇനി മറ്റൊന്നാണ് ട്രാൻസ്മിഷൻ ലോസ്. എന്താണ് ഈ ട്രാൻസ്മിഷൻ ലോസ്? ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറഞ്ഞാല് ഇലക്ട്രിസിറ്റിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, വളരെ ദൂരത്തേക്ക് എന്ത് ചെയ്യുക? ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ ഇലക്ട്രിസിറ്റി ഹീറ്റിന്റെ രൂപത്തിൽ ലോസ് ആവും. ഈ പ്രതിഭാസത്തെ, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിഷൻ ലോസ്. ഈ ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്: 1, കറണ്ട് കുറയ്ക്കുക; 2, റെസിസ്റ്റൻസ് കുറയ്ക്കുക; 3, ടൈം കുറയ്ക്കുക. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം. ഒന്നാമത്തെ പാഠത്തിലെ ജൂൾസിലെ ഈ 3 കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്മിഷൻ ലോസ് ഒരു പരിധിവരെ കുറയ്ക്കാം. ഇനി 1-2 ചോദ്യം, 1 വേർഡ് ക്വസ്റ്റ്യൻസ്. ശ്രദ്ധിച്ചോ, വീട്ടാവശ്യത്തിനായിട്ടുള്ള വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ടേജ് ആണ്. എന്നാൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് 400 വോൾട്ടേജ്. മാത്രമല്ല ന്യൂട്രൽ ലൈനിന്റെ മാത്രം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്ന് വെച്ചാൽ 0 ആണ്. ഒരു ന്യൂട്രലും ഒരു ഫേസ് ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 വോൾട്ടേജ് ആണ്. 2 ഫേസ് ലൈൻ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 400 വോൾട്ടേജ് ആണ്. തെറ്റിക്കരുത്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഇൻ പവർ സ്റ്റേഷൻ? പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഏത് ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, കാരണം മാക്സിമം വോൾട്ടേജ് ഉണ്ടാക്കാൻ വേണ്ടി. ഇനി വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഇൻ സബ്സ്റ്റേഷനും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇനി ഒരു വ്യക്തി തറയിൽ നിന്നുകൊണ്ട് ഫേസ് ലൈനിൽ തൊട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഷോക്ക് അടിക്കും, ഉറപ്പായിട്ട് അടിക്കും. കാരണം ഫേസ് ലൈനും എർത്തും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് അയാൾക്ക് എന്തെടുക്കും? ഷോക്ക് അടിക്കും. ഓക്കെ, ഇനി വീട്ടിൽ ആവശ്യമായിട്ടുള്ള 3 എസെൻഷ്യൽ ലൈൻ ഏതൊക്കെയാണ്? ഒരു ഫേസ്, ഒരു ന്യൂട്രൽ, ഒരു എർത്തിൽ ലൈൻ. ഫേസ് ലൈനിന്റെ കളർ റെഡ്, ന്യൂട്രൽ ലൈനിന്റെ കളർ ബ്ലാക്ക്, എർത്തിൽ ലൈനിന്റെ കളർ ഗ്രീൻ. ഓക്കെ, തെറ്റിക്കല്ലേ? ഫേസ് റെഡ്, ന്യൂട്രൽ ബ്ലാക്ക്, എർത്ത് ലൈൻ ഗ്രീൻ. എർത്തിങ് എവിടെ ചെയ്യുന്ന വെച്ചാൽ മെയിൻ സ്വിച്ചിന് അടുത്തായി ചെയ്യും. ഓക്കെ, തെറ്റിക്കരുത്, മെയിൻ സ്വിച്ചിന് താഴെ. ഈ ചിത്രം ഒന്ന് നോക്കിയിട്ട് പോണേ. ഒരു പരീക്ഷയ്ക്ക് ഈ ചിത്രത്തിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ആ ചോദ്യം ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇനി മറ്റൊന്നാണ് MCB, LCB, RCCB. എന്നാൽ MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കേജ് എന്ന് പറയുന്നത്. അത് സേഫ്റ്റി ഫ്യൂസിന് പകരം ബ്രാഞ്ച് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? MCB.
സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് എഫക്റ്റിലാണെങ്കിൽ MCB പ്രവർത്തിക്കുന്ന ഹീറ്റിംഗ് എഫക്റ്റ് അതുപോലെ തന്നെ മാറ്റ് എഫക്റ്റിലുമാണ്. ഓക്കെ, ഈ MCBയിൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഫോൾട്ടീസ് കൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ റിപ്പയറിംഗ് ചാർജ് വളരെ കുറവാണ്, മെയിൻ്റനൻസ് ചാർജ് വളരെയധികം കുറവാണ്. പിന്നെ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ് ഏതിനേക്കാളും, സേഫ്റ്റി ഫ്യൂസിനേക്കാളും MCBക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇനി ELCB RCCB എർത്ത് ലീക്കേജ് ഉണ്ടാകുമ്പോൾ സർക്യൂട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ആവും. അതായത് ഒരു സർക്യൂട്ടിൽ ലീക്കേജ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ എർത്ത് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ELCB കണക്ട് ചെയ്യുന്ന ഈ പിന്നുമായിട്ടാണ്. അപ്പോൾ ഈ പിന്നിലെ എർത്ത് ലൈനിൽ വരുന്ന ഷോർട്ടേജുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എർത്തിലോട്ട് തന്നെ ലീക്കേജ് ചെയ്യുന്നതാണ് എന്ത് ELCBക്ക് പകരം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് RCCB. കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒന്നാണ് അത് RCCB. മറ്റേ ഈ ചിത്രം കണ്ട, ഈ ചിത്രത്തിൽ ശ്രദ്ധിക്കുക, എർത്ത് ലൈൻ എന്തുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു? മെറ്റാലിക് പാർട്ട്, അതായത് ഇലക്ട്രിക് ഡിവൈസിന്റെ മെറ്റാലിക് പാർട്ടുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? എർത്തിങ് ലൈൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എർത്തിങ് ലീക്കേജ് ഉണ്ടാകുമ്പോൾ അത് എർത്തിലോട്ട് കളയാൻ വേണ്ടി. ഇനി എർത്തിങ് പിന്ന് കണ്ടിട്ടുണ്ടാവും, ഒരു 3 പിൻ പ്ലഗിലാണ് എർത്തിങ് പിന്ന്, നടുക്കുള്ള പിന്നാണ് അത് എർത്തിങ് പിന്ന്. ഈ പിൻ അല്ലെങ്കിൽ എർത്തിങ് പിന്നിന്റെ പ്രത്യേകത അതിന് നീളവും കൂടുതലായിരിക്കും, തിക്നെസ്സും കൂടുതലായിരിക്കും. നീളം കൂട്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് കോൺടാക്റ്റിൽ എത്തിക്കാൻ വേണ്ടി. തിക്നെസ് എന്താണ് കൂട്ടി ചെയ്തിരിക്കുന്നത്? മാക്സിമം കറണ്ട് അതുവഴി ഭൂമിയിലോട്ട് കളയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? തിക്നെസ് കൂട്ടി എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് പഠിച്ചോളാം. ഓക്കെ, അടുത്തതാണ് ചാപ്റ്റർ 4. ചാപ്റ്റർ 4 കുറച്ച് കണക്കുകൾ കൂടുതലാണെങ്കിലും അവിടെയും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചാപ്റ്റർ 4 പ്രധാനമായിട്ട് റെഗുലർ റിഫ്ലക്ഷൻ ഇറഗുലർ റിഫ്ലക്ഷൻ എന്തെന്ന് അറിയണം. എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ? ലൈറ്റ് സ്മൂത്ത് സർഫസിൽ വരുമ്പോൾ അവിടുത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ലാ ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്തുകൊണ്ട് റിഫ്ലക്ട് ചെയ്യുന്നത് അത് റെഗുലർ റിഫ്ലക്ഷൻ. എന്താണ് ഇറഗുലർ റിഫ്ലക്ഷൻ? അത് ലാ ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്നില്ല. റഫ് സർഫസിലായിരിക്കും ഈ ലൈറ്റ് വന്ന് പതിക്കുക. ഇതിനെ ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, യൂസ് എല്ലാം അറിയണം. അതിൽ പ്ലെയിൻ മിററിന്റെ പ്രത്യേകത, അതിലുണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകത വെർച്വൽ ആയിരിക്കും, എറക്റ്റ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും. ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ദൂരവും മിററും ഇമേജും തമ്മിലുള്ള ദൂരം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇതെന്തിനൊക്കെ ഉപയോഗിക്കും? 1 ഫോർ ഒബ്സർവിംഗ് ഫേസ്, 2 പെരിഡോസ്കോപ്പ്, 3 കെലിഡോസ്കോപ്പ് എന്നിവയ്ക്ക് എന്ത് ഉപയോഗിക്കും? പ്ലെയിൻ മിറർ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യമാണ്, 2 പ്ലെയിൻ മിറർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇമേജ് ഉണ്ടാവും? അതിനൊരു ഫോർമുല ഉണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യൻ അവിടെ പറയുന്നത് മൾട്ടിപ്പിൾ ഇമേജ് ഫോർമേഷൻ ഇൻ പ്ലെയിൻ മിറർ. അപ്പൊ ഫോർമുല N = 360 ഡിവൈഡഡ് ബൈ θ - 1 എന്നാണ് ഫോർമുല. ഇപ്പൊ ഉദാഹരണം θ എന്ന് വെച്ചാൽ ആംഗിൾ ആണ്. 2 പ്ലെയിൻ മിറർ തമ്മിലുള്ള ആംഗിൾ ആണ് θ. ആ θ 30 ആണെങ്കിൽ 30 ഡിഗ്രി ആണെങ്കിൽ എത്ര ഇമേജ് ഉണ്ടാവും നോക്കാം. 360 ഡിവൈഡഡ് ബൈ 30 - 1, 0 വെട്ടി പോകും. 36/3 12 കിട്ടും. N = 12 - 1, 12 - 1 എത്ര കിട്ടും? 11. എത്ര ഇമേജ് കിട്ടും? 11 ഇമേജ് കിട്ടും. ഓക്കെ, തെറ്റിക്കരുത്. ഇനി രണ്ടാമത്താണ് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ എന്തിനൊക്കെ ഉപയോഗിക്കും? 1 റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? കോൺവെക്സ് മിറർ. 2 സ്ട്രീറ്റ് ലൈറ്റിലെ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? കോൺവെക്സ് മിറർ. 3 വളവുകളിൽ ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കർവ്ഡ് റോഡ്സിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, കോൺവെക്സ് മിററിൽ ഉണ്ടാവുന്ന ഇമേജ് ചെറുതായിരിക്കും, വെർച്വൽ ആയിരിക്കും, എറക്റ്റ് ആയിരിക്കും. ശ്രദ്ധിക്കണേ, ചെറുതായിരിക്കും, വെർച്വൽ ആയിരിക്കും, എറക്റ്റ് ആയിരിക്കും. മിററിന്റെ പുറകിലായിരിക്കും എന്ത് ചെയ്യുക? ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ, ഇനി കോൺകേവ് മിറർ. കോൺകേവ് മിററിന് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. 1 പ്രിൻസിപ്പിൾ ഓഫ് ഫോക്കസിലൂടെ ലൈറ്റ് പാസ് ചെയ്യാനുള്ള കഴിവ്, കൺവേർട്ട് ചെയ്യാനുള്ള കഴിവാക്കൊണ്ട് കോൺകേവിനുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നതാണ് 1 ടെലസ്കോപ്പ്, മറ്റൊന്ന് മൈക്രോസ്കോപ്പ്, മറ്റൊന്ന് സോളാർ കുക്കർ. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോൺകേവ് മിററിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഇനി കോൺകേവ് മിററിനെ ലൈറ്റിനെ പാരലൽ ബീംസ് ആയിട്ട് കടത്തിവിടാനുള്ള കഴിവുണ്ട്. അതിൽ ഉപയോഗിക്കുന്ന ടോർച്ച്, മറ്റൊന്ന് വണ്ടികളുടെ ഹെഡ്ലൈറ്റ്, മറ്റൊന്ന് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന, അത് ഡെന്റൽ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന മിററുകളെ ഏതൊക്കെയെന്ന് വെച്ചാലും കോൺകേവ് മിററാണ്. ഇനി കോൺകേവ് മിററിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇമേജസിനെ വലുതാക്കി കാണിക്കുന്ന ആപ്ലിക്കബിലിറ്റി വരുന്നത് 1 ഷേവിംഗ് മിറർ, മറ്റൊന്ന് മേക്കപ്പ് മിറർ. ഷേവിംഗ് മിറർ, അതുപോലെ തന്നെ മേക്കപ്പ് മിറർ. ഇതൊക്കെയാണ് ഇതിന്റെ ഉപയോഗം, കോൺകേവ് മിററിന്റെ ഉപയോഗം. ഇത് കാണുന്ന കുട്ടികൾ ഇതൊന്നും മറക്കരുത്. ഇനി മാഗ്നിഫിക്കേഷൻ വരുമ്പോൾ, അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് നമ്മൾ റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ. ഇതിന് യൂണിറ്റ് ഇല്ല. മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും ഈക്വൽ ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ 1-നെക്കാളും വലുതാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് വലുത്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ചെറുത്. മാഗ്നിഫിക്കേഷൻ 1-നെക്കാളും ചെറുതാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ചെറുത്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് വലുത്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ കിട്ടുന്ന ഇമേജ് വെർച്വൽ ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ കിട്ടുന്ന ഇമേജ് അത് റിയൽ ആയിരിക്കും. ഓക്കെ, ഓർത്തോണേ, ഇതെല്ലാം ടെസ്റ്റിലുണ്ട്. എന്നാലും നമ്മൾ സ്കിപ്പ് ചെയ്യില്ല. ഇതിലെല്ലാം നമ്മൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യും.
ഇനി ചാപ്റ്റർ 5 കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകളുണ്ട്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒക്കെ ഉണ്ട്. ആ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തിന് കാരണമാവുന്നത്, അല്ലെങ്കിൽ റിഫ്രാക്ഷന് കാരണം എന്താണ്, അത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയ ഏതാണ്? അത് ഡയമണ്ട് ആണ്. ഏറ്റവും കുറവ് വാക്വം അല്ലെങ്കിൽ എയറിനാണ്. ഓക്കെ, അത് ഇൻക്രീസിംഗ് ഓർഡറിൽ ഒക്കെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞെന്ന് കൂടിയിലോട്ട് എഴുതാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുതേണ്ടത് എയർ ആണ്, രണ്ടാമത് എഴുതേണ്ടത് വാട്ടർ, മൂന്നാമത് ഗ്ലാസ്, നാലാമത് ഡയമണ്ട്. ഈ ആരോ മാർക്കൊക്കെ ശ്രദ്ധിച്ചോണേ, ഇത് ഗ്രേറ്റർ ദാൻ ആരോ മാർക്കാണ്. ഏറ്റവും കൂടിയ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആക്കാണ് ഡയമണ്ട് ആണ്. ശ്രദ്ധിക്കണം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ ലൈറ്റിന്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യും? കൂടും. ഇതൊന്ന് ഓർത്ത് വെച്ചോണേ, 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഡയമണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതിന്റെ അർത്ഥം അതിന്റെ ഡയമണ്ടിൽ ലൈറ്റിന്റെ സ്പീഡ് വളരെയധികം കുറവായിരിക്കും. നോട്ട് ദ പോയിന്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ലോ ഓഫ് റിഫ്രാക്ഷൻ പഠിക്കുക. എന്താണ് ലോ ഓഫ് റിഫ്രാക്ഷൻ? ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, നോർമൽ എന്നിവയെല്ലാം സെയിം പ്ലെയിനിലായിരിക്കും, സെയിം പ്ലെയിൻ ഓഫ് സർഫസിലായിരിക്കും എന്നിവ അറിഞ്ഞിരിക്കണം. സ്നെൽസിൽ അറിയണം. സ്നെൽസ് എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ഇൻസിഡന്റും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമ്മൾ റേഷ്യോ ഒരു കോൺസ്റ്റന്റ് സ്ഥിരസംഖ്യ ആയിരിക്കും. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഇതിന്റെ ഒരു കണക്ക് ചെയ്യാൻ വേണ്ടി ഫോർമുല അറിയാം. N = C/V. N = C/V. എന്നു വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സി എന്ന് വെച്ചാൽ ലൈറ്റിന്റെ കോൺസ്റ്റന്റ്, എവിടെ? എയറിൽ ലൈറ്റിന്റെ സ്പീഡിന്റെ കോൺസ്റ്റന്റ്. വി എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെന്റ് മീഡിയം. ഏത് മീഡിയത്തിലാണോ തന്നിരിക്കുന്നത് ആ മീഡിയത്തിൽ കണ്ടത്. അപ്പൊ കണക്ക് ചെയ്ത് പഠിച്ചാൽ നമുക്ക് അവിടെ നിന്നും മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ വരുന്നതാണ് അത്. ഇതെവിടെ നിന്ന് അറിയാമോ? ഇത് നമുക്ക് വരുന്നത് ലെൻസ് ആവുന്ന പാഠത്തിലാണ്. എഫിലെ ഒരു ഇമേജ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഇമേജ് ഉണ്ടാവും? അത് ഇൻഫിനിറ്റിയിലായിരിക്കും ഇമേജ് ഉണ്ടാവുന്നത്. ഇമേജ് ഉണ്ടാവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന ഇമേജ് റിയൽ ആയിരിക്കും, വെർച്വൽ ആയിരിക്കും, ഇൻവെർട്ടർ ആയിരിക്കും. ഇനി അടുത്ത് അറ്റ് F2F വെച്ച് കഴിഞ്ഞാൽ എവിടെ ഇമേജ് ഉണ്ടാവും? അത് അറ്റ് 2F തന്നെ എന്ത് ചെയ്യും? ഇമേജ് ഉണ്ടാവും. അത് കാരണം ഫോക്കസിൽ പ്രിൻസിപ്പൽ ആക്ഷന് പേലായിട്ട് പോകുന്ന ലൈറ്ററെ 2F കൂടെ പോകും. സോറി വരച്ച തെറ്റാണ്. പ്രിൻസിപ്പൽ ആക്സിന് പേലായിട്ട് പോകുന്ന ലൈറ്റർ ഇവിടെ കൂടെ പോകും, ഫോക്കസിൽ കൂടെ പോകും. ഇനി പോളിൽ കൂടെ പോകുന്ന ലൈറ്ററേക്ക് ഒരു വ്യത്യാസം ഇല്ലാതെ പോളിൽ കൂടെ പോകും. രണ്ടും കൂട്ടിമുട്ടുന്നവരേക്കും 2F തന്നെ ആയിരിക്കും. ഇതുപോലെ വരച്ച് പഠിക്കണം. ഓക്കെ, എല്ലാ ചിത്രവും വരച്ച് പഠിക്കണം. ഇവിടെ ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകത സെയിം സൈസ് ആയിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവെർട്ടർ ആയിരിക്കും. ഇനി അടുത്ത ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F and 2F. എഫിന് 2F ഇമേജ് വെച്ച് ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെ ഉണ്ടാവും? ബിയോണ്ട് 2F. ഈ ബിയോണ്ട് 2F ഇമേജ് ഉണ്ടാവുന്നത്. ഇമേജിന്റെ പ്രത്യേകത റിയൽ ആയിരിക്കും, ഇൻവെർട്ടർ ആയിരിക്കും, ലാർജ് ആയിരിക്കും. ഇമേജ് റിയൽ ആയിരിക്കും, ഇൻവെർട്ടർ ആയിരിക്കും, ലാർജ് ആയിരിക്കും. മറ്റൊന്നുണ്ട്, എഫിനും പിക്കും ഇടയിൽ ഇമേജ് വെച്ച് കഴിഞ്ഞാൽ സെയിം സൈഡിൽ തന്നെ ഇമേജ് ഉണ്ടാവും. വെർച്വൽ ആയിരിക്കും, എറക്റ്റ് ആയിരിക്കും, ലാർജ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. മാത്രമല്ല ഇത് പരീക്ഷയ്ക്ക് ഇപ്പൊ മോഡൽ എക്സാമിന് ചോദിച്ചാണ്. അതായത് ലൈറ്റുകളെ ഡൈവേർജ് ചെയ്യിപ്പിച്ചു. ലൈറ്റുകൾ ഇങ്ങനെ ഡൈവേർജ് ചെയ്യിപ്പിച്ച റേസിനെ ഡൈവേർജ് ചെയ്യിപ്പിച്ചത് അത് കോൺകേവ് ലെൻസ് ആണ്. ഇതാണ് കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, ഈ ഇമേജ് ഒന്ന് പഠിച്ചിട്ട് പോവുക. ഇനി പവർ ഓഫ് ലെൻസ്. എന്താണ് പവർ ഓഫ് ലെൻസ്? ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കും. അതിന്റെ റെസിപ്രോക്കൽ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് ലെൻസ്. പവർ ഓഫ് ലെൻസിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. പോസിറ്റീവ് പവർ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് സൈനം കാണിക്കുന്നത് കോൺവെക്സ് ലെൻസിനെയാണ്. നെഗറ്റീവ് പവർ സൂചിപ്പിക്കുന്നത് കോൺകേവ് ലെൻസിനെയാണ്. മാറിപ്പോലെ പോസിറ്റീവ് കോൺവെക്സും നെഗറ്റീവ് കോൺകേവും ഇതുമായി ബന്ധപ്പെട്ട ഹൈപ്പർമെട്രോവേവ്, മയോപ്പിയ, പ്രെസ്ബയോപ്പിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ടേ പോകൂ. ഇനി മറ്റൊന്നാണ് അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ. അതായത് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം എന്നൊക്കെ ചോദിച്ചാൽ അത് അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ ആണ്. അന്തരീക്ഷത്തിലെ പാളികളിലെ ഡെൻസിറ്റിക്കുള്ള വ്യത്യാസമാണ് അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ പ്രധാന കാരണം. അടുത്തത് മറ്റൊന്ന് യൂസസ് ഓഫ് ലെൻസ്. ലെൻസിന്റെ യൂസസ് എന്തൊക്കെയാണ്? ലെൻസിന്റെ യൂസസ് നമ്മൾ അതുപോലെ തന്നെ ക്യാമറകളിലായി ഉപയോഗിക്കുന്നു, ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്നു, മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു, സ്പെക്ടിക്കൽസിൽ ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് എന്ത്? ലെൻസിന്റെ യൂസ്. ഇനി ചാപ്റ്റർ 6 കുറെ പോർഷൻസ് നമ്മൾ ഡിസ്പേഷൻ ഒക്കെ നേരത്തെ വീഡിയോയിൽ കവർ ചെയ്തു. അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണ് ചാപ്റ്റർ 6 ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഈ റെയിൻബോ ഫോർമേഷന് കാരണം എന്താണ്? അത് ഡിസ്പേർഷൻ ആണ്. റെയിൻബോ ഫോം ചെയ്യുമ്പോൾ അപ്പർ എഡ്ജിൽ ഉണ്ടാവുന്ന കളറ് റെഡും ലോവർ എഡ്ജിൽ ഉണ്ടാവുന്ന കളറ് വയലറ്റ്. തിരിഞ്ഞു പോലെ റെയിൻബോ അപ്പർ എഡ്ജില് റെഡും ലോവർ എഡ്ജില് വയലറ്റ്. ഓക്കെ, എന്തുകൊണ്ട് റെയിൻബോ അപ്പർ എഡ്ജില് റെഡ് കാണുന്നു? റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, അതിന് കുറച്ച് മാത്രമേ ഡീവിയേഷൻ സംഭവിക്കത്തുള്ളൂ. വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, അതിന് കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നു. ഓക്കെ, ഓർമ്മിക്കുക. ഇനി ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സില് അപ്പർ എഡ്ജിൽ കാണുന്ന കളർ വയലറ്റും ലോവർ എഡ്ജിൽ കാണുന്ന കളറ് റെഡും ആയിരിക്കും. വാട്ടർ ഡ്രോപ്ലെറ്റ് എന്ന് എടുത്ത് ചോദിക്കുക. റെയിൻബോ പ്രൈമറി റെയിൻബോയിൽ ഉണ്ടാവുന്ന അപ്പർ എഡ്ജ് റെഡും ലോവർ എഡ്ജ് വയലറ്റ്. തിരിഞ്ഞു പോലെ ക്വസ്റ്റ്യൻ. ഇനി ന്യൂട്ടന്റെ കളർ ഡിസ്ക് വളരെ വേഗത്തിൽ കറക്കാൻ ഏത് കളർ ഉണ്ടാവും? വൈറ്റ് കളർ. ഇതിന് കാരണം എന്താണ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ? ഒരു കണ്ണിൽ ഒരു ഇമേജ്, റെറ്റിനയിൽ ഒരു ഇമേജ് വന്നു കഴിഞ്ഞാൽ അത് എത്ര സമയം നിൽക്കും? 1/16 സെക്കൻഡ് നിൽക്കും. അതാണ് എന്ത്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇതിന്റെ ആപ്ലിക്കേഷൻ ഓർക്കുക. ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. ടോർച്ച് വളരെ വേഗത്തിൽ കറക്കുമ്പോൾ അത് സർക്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ സർക്കിൾ ആകൃതിയിൽ കാണപ്പെടുന്നു. പിന്നെ ഫാൻ വളരെ വേഗത്തിൽ കറങ്ങുമ്പോൾ ഡിസ്ക് ഷേപ്പിൽ കാണപ്പെടുന്നു. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷന് ഉദാഹരണമാണ്. മറ്റൊന്നാണ് സ്കാറ്ററിംഗ്.
അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് വരുമ്പോഴത്തേക്കും അന്തരീക്ഷത്തിലെ പാർട്ടിക്കിൾസിൽ തട്ടി ലൈറ്റ് പാർഷ്യലായിട്ട് ഇറഗുലർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന റിഫ്ലക്ഷൻ നടക്കുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് സ്കാറ്ററിംഗ് അഥവാ വിസരണം. ഈ സ്കാറ്ററിംഗിന്റെ പ്രത്യേകത നോക്കിക്കോണേ, വേവ് ലെങ്ത് കൂടിയ കളറിന് വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സ്കാറ്ററിംഗ് സംഭവിക്കത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ സ്കാറ്ററിംഗ് കുറച്ച് സംഭവിക്കുമെന്ന് പറഞ്ഞല്ലോ. പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ, അന്തരീക്ഷത്തിലെ പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ സ്കാറ്ററിംഗും കൂടും. ഇനി എപ്പോഴായിരിക്കും എല്ലാ കളറും ഒരുപോലെ സ്കാറ്റർ ആവുന്നത്? അതായത് വരുന്ന കളറിന്റെ വേവ് ലെങ്തിനെക്കാളും പാർട്ടിക്കിളിന്റെ സൈസ് ഗ്രേറ്റർ ആയിരിക്കുമെങ്കിൽ, വരുന്ന കളറിന്റെ വേവ് ലെങ്തിനെക്കാളും പാർട്ടിക്കിളിന്റെ സൈസ് ഗ്രേറ്റർ ആയിരിക്കുമെങ്കിൽ എല്ലാ കളറും ഒരുപോലെ എന്ത് ചെയ്യും, സ്കാറ്റർ ആവും. അത് പലർക്കും അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യാണ്. മറ്റൊന്ന് ടിൻഡൽ എഫക്റ്റിന് കാരണം എന്താണ്? അതും സ്കാറ്ററിംഗ് ആണ്. ടിൻഡൽ എഫക്റ്റിന് കാരണം എന്താണ്? സ്കാറ്ററിംഗ് ആണ്. ഇനി സൂര്യ അസ്തമിക്കുമ്പോഴൊക്കെ ആകാശം ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന കണ്ടിട്ടില്ലേ? ഇതിന് കാരണം എന്താണ്? സ്കാറ്ററിംഗ് ആണ്. കാരണം സൂര്യ ഉദിക്കുമ്പോൾ അസ്തമിക്കുമ്പോഴാണ് ഭൂമിയിൽ നിന്ന് സൂര്യൻ വളരെ അധികം ആയിരിക്കുന്നത്. ആ സമയത്ത് ബാക്കി വേവ് ലെങ്ത് കുറഞ്ഞ എല്ലാ കളറും എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൽ വെച്ച് സ്കാറ്ററിംഗ് സംഭവിച്ച് വളരെ കുറച്ച് സ്കാറ്ററിംഗ് സംഭവിക്കുന്ന റെഡ് ആണ്. കാരണം അതിന് വേവ് ലെങ്ത് കൂടുതലാണ്. വേവ് ലെങ്ത് കൂടിയ കളറായ റെഡ് വളരെ കുറച്ച് മാത്രം സ്കാറ്ററിംഗ് സംഭവിച്ച് അന്തരീക്ഷത്തിൽ പരന്നിരിക്കും. അതുകൊണ്ടാണ് വൈകുന്നേര സമയങ്ങളിൽ എന്ത് ചെയ്യുക, റെഡ് കളറിൽ അന്തരീക്ഷം കാണുന്നത്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ പറയുന്നതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിലൊന്നാണ് ഫോസിൽ ഫ്യൂൽസ്. ഫോസിൽ ഫ്യൂൽസിന്റെ പ്രത്യേകത എന്താണ് ഫോസിൽ ഫ്യൂൽസ്? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിലടിയിൽപ്പെട്ട പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെയും വേസ്റ്റ് അല്ലെങ്കിൽ ഫോസിലുകൾ ഫ്യൂലായി മാറുന്ന പ്രക്രിയയാണ് ഫോസിൽ ഫ്യൂൽ. അല്ലെങ്കിൽ ഫ്യൂലായി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താ വിളിക്കും, ഫോസിൽ ഫ്യൂൽസ് എന്ന് വിളിക്കുന്നു. അതിന് അനുയോജ്യമായിട്ടുള്ള കണ്ടീഷൻ നോക്കിക്കോണേ. ഒന്ന്, ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ, എയറിന്റെ ആബ്സെൻസ്. ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഫോസിൽ ഫ്യൂൽ രൂപപ്പെട്ട് വരത്തുള്ളൂ. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫോസിൽ ഫ്യൂൽ ഭൂമിയിൽ നിന്ന് കിട്ടും? കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. ഈ 3 രീതിയിൽ നമുക്ക് ഫോസിൽ ഫ്യൂൽ കിട്ടും. ഇത് നോൺ റിന്യൂവബിൾ ആണ്. ഫോസിൽ ഫ്യൂൽസ് നോൺ റിന്യൂവബിൾ ആണ്. ഇനി കോളിനെ കുറിച്ച് നോക്കുകയാണ്. കോള് ഭൂമിയിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഫോസിൽ ഫ്യൂൽ ഏതാണ്? അത് കോളാണ്. കോളിന്റെ മെയിൻ കമ്പോണന്റ് കാർബൺ ആണ്. ഈ പേജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എങ്കിൽ പരീക്ഷയല്ല. ഈ പേജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പേജാണ്. ഓക്കെ, അപ്പോ കാർബന്റെ അടിസ്ഥാനത്തിൽ കോളിനെ എത്രയായി തരംതിരിക്കാം? ശ്രദ്ധിക്കുക, കാർബന്റെ അടിസ്ഥാനത്തിൽ കോളിനെ നമുക്ക് 4ആയി തരംതിരിക്കാം. ഒന്ന് പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ് കോൾ. എന്നാൽ കോളിനെ നമുക്ക് ഡിസ്റ്റിലേഷൻ പ്രോസസ് വഴി, എയറിന്റെ ആബ്സെൻസിൽ ഡിസ്റ്റിലേഷൻ പ്രോസസ് വഴി 4 സബ്സ്റ്റൻസ് കിട്ടും. അമോണിയ, കോള്, കോൾട്ടാർ, കോക്ക്. ഈ 2 ക്വസ്റ്റിനും തിരിഞ്ഞു പോകാറുണ്ട്. മറ്റേത് കാർബന്റെ അടിസ്ഥാനത്തിൽ കോളിനെ 2ആയി തരംതിരിക്കുന്നു. ഇത് കോളിനെ ഡിസ്റ്റിലേഷൻ പ്രോസസ് വഴി കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് ഇപ്പൊ പഠിച്ചത്. ഇനി അടുത്ത് CNG, LNG. ഇത് 2 നാച്ചുറൽ ഗ്യാസ് ആണ്. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ഇത് രണ്ടിലെ മെയിൻ കമ്പോണന്റ് ഏതാണ്? മീഥേൻ ആണ്. ഏതാണ്? മീഥേൻ ആണ്. വാഹനങ്ങളില്, ഇൻഡസ്ട്രിയൽ പർപ്പസ്, തെർമോ പവർ സ്റ്റേഷൻ, ഇതെല്ലാം ഉപയോഗിക്കുന്ന ഏതാണ്? CNG, LNG ആണ്. ഇനി ഇതിനെക്കാളും CNG-ക്കാളും കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആക്കുണ്ട് LNG-ക്ക് ഉണ്ട്. കാരണം ഇത് കുറച്ചും കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഗ്യാഷ്യസ് അവസ്ഥയിൽ പെട്ടെന്ന് ആക്കാൻ പറ്റും. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിൽ പൈപ്പുകൾ വഴി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ഏത് വഴി പറ്റും? LNG പറ്റും. CNG-ക്കാളും കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആണ് ഇത് LNG. ഇനി അടുത്ത് LPG. LPG-യിലെ മെയിൻ കമ്പോണന്റ് എന്ന് വെച്ചാൽ ബ്യൂട്ടൈൻ ആണ്. ഏതാണ്? ബ്യൂട്ടൈൻ. LPG-യുടെ ഫുൾ ഫോം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. ഇനി കളറില്ല, ഓർഡറില്ല, നിറമില്ല, മണമില്ല. ഫ്രാക്ഷണൽ ഡിസ്റ്റില്യൂഷൻ വഴിയാണ് എന്ത് ചെയ്യുക, പെട്രോളിയം എന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പെട്രോളിയം ഫ്രാക്ഷണൽ ഡിസ്റ്റില്യൂഷൻ വഴി പെട്രോളിയത്തിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുക, LPG ഉണ്ടാക്കുന്നത്. ഈ LPG-യില് മണം കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന കെമിക്കലിന്റെ പേര് ഈഥൈൽ മെർകാപിറ്റൻ. ഇമ്പോർട്ടൻറ്റ്. ഏത് ഇൻഡിക്കേറ്റർ ആണ് മണം കിട്ടാൻ വേണ്ടിയിട്ട് LPG-യിൽ ആഡ് ചെയ്യുന്നത്? അത് ഈഥൈൽ മെർകാപിറ്റൻ. ഏതാണ്? ഈഥൈൽ മെർകാപിറ്റൻ. ഓക്കെ, ഇനി അടുത്തത് ബ്ലവിന്റെ ഫുൾ ഫോം ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. നോക്കുക. ഇനി കലോറിക് വാല്യൂ. എന്താണ് കലോറിക് വാല്യൂ? 1 കിലോ ഭാരമുള്ള ഒരു ഫ്യൂവൽ പൂർണ്ണമായിട്ട് എത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കലോറിക് വാല്യൂ എന്ന് വിളിക്കുന്നത്. കലോറിക് വാല്യൂന്റെ യൂണിറ്റ് പഠിച്ചോണേ. കിലോ ജൂൾ പെർ കിലോഗ്രാം. കിലോ ജൂൾ പെർ കിലോഗ്രാം. ഏറ്റവും കൂടുതൽ കലോറിക് വാല്യൂ ഉള്ള ഇന്ധനം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. ഏതാണ്? ഹൈഡ്രജൻ. പക്ഷേ ഹൈഡ്രജൻ നമ്മൾ വീട്ടാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? കാരണം വളരെ എക്സ്പ്ലോസീവും അതുപോലെ തന്നെ ഇൻഫ്ലേമബിൾ മോഡലാണ് രീതിയിലാണ് ഹൈഡ്രജൻ ഉള്ളത്. ചെറിയൊരു സ്പാർക്ക് മതി പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മാത്രമല്ല ഡൊമസ്റ്റിക് പർപ്പസിന് അത് സ്യൂട്ടബിൾ അല്ല. സ്റ്റോറേജ് വയ്ക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇനി നല്ലൊരു ഫ്യൂവലിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ഫ്യൂവൽ? ഒരു നല്ലൊരു ഫ്യൂവലിന്റെ പ്രത്യേകത: 1, പെട്ടെന്ന് കിട്ടണം, ഈസിലി അവൈലബിൾ. 2, ലോ കോസ്റ്റ് ആയിരിക്കണം, കുറഞ്ഞ വിലയായിരിക്കണം. 3, ഹൈ കലോറിക് വാല്യൂ ആയിരിക്കണം. 4, പെട്ടെന്ന് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കണം. അങ്ങനെ കുറച്ച് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാക്കരുത്. അങ്ങനെ കുറച്ച് പോയിന്റുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. 5 പോയിന്റെങ്കിലും കുറഞ്ഞത് അറിഞ്ഞിരിക്കുക. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഇത് എനർജി ചേഞ്ച് പഠിച്ചോണേ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എനർജി ചേഞ്ച് പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ട് ടു കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി കൺവേർട്ട് ടു മെക്കാനിക് എനർജി, മെക്കാനിക് എനർജി കൺവേർട്ട് ടു ഇലക്ട്രിക് എനർജി. എവിടെയൊക്കെ ഉണ്ട്? കേരളത്തിൽ പള്ളിവാസൽ, മുല്ലമറ്റം എന്നിടത്തുണ്ട്. ഓക്കെ, വെള്ളം കെട്ടി നിർത്തി അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഇനി സോളാർ എനർജി. സോളാർ എനർജിയിൽ നമ്മൾ
പ്രധാനമായിട്ട് നോക്കേണ്ടത് സോളാർ എനർജി ഉണ്ടാക്കുന്നത് സോളാർ സെല്ല് വഴിയാണ്. സോളാർ എനർജി ഇലക്ട്രിക് എനർജി ആക്കുന്ന പാർട്ടാണ് സോളാർ സെല്ല്. ഇനി സോളാർ കുക്കറിനെ കുറിച്ച് നോക്കണമെങ്കിൽ അതിന്റെ റിഫ്ലക്ടർ കോൺകേവ് റിഫ്ലക്ടർ ആണ്. ഏതാണ്? കോൺകേവ് റിഫ്ലക്ടർ ആണ്. ഓക്കെ, കോൺകേവ് റിഫ്ലക്ടർ ആണ്. മിററായിട്ട് ഉപയോഗിക്കുന്ന കോൺകേവ് ആണ്. ഓക്കെ, ഇനി അടുത്ത് തെർമൽ പവർ സ്റ്റേഷൻ. തെർമൽ പവർ സ്റ്റേഷൻ വെച്ചാൽ കോള്, ലിഗ്നൈറ്റ്, നാഫ്ത ഇതുപോലെയുള്ള കെമിക്കൽസ് കത്തിച്ച് അതിൽ നിന്ന് ഹീറ്റ് ഉണ്ടാക്കി, ഹീറ്റ് വഴി സ്റ്റീം ഉണ്ടാക്കി, ഈ സ്റ്റീം വെച്ച് ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് ഇത് തെർമൽ പവർ സ്റ്റേഷൻ. ഈ തെർമൽ പവർ സ്റ്റേഷൻ എവിടെയൊക്കെയുണ്ട്? നെയ്വേലി, കായംകുളം എന്നിവ സ്ഥലത്തിൽ എന്തുണ്ട്? തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്. ഇതിന്റെ എനർജി ചേഞ്ച് പഠിക്കുക. കെമിക്കൽ എനർജി കൺവേർട്ടർ ടു ഹീറ്റ് എനർജി കൺവേർട്ടർ ടു മെക്കാനിക്കൽ എനർജി കൺവേർട്ടർ ടു ഇലക്ട്രിക് എനർജി പഠിച്ചോളൂ. ഇനി ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലെ പ്രത്യേകത വെച്ചാൽ ന്യൂക്ലിയർ എനർജി എന്താക്കുന്നു? ഇലക്ട്രിക് എനർജി ആക്കുന്നതാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷന്റെ പ്രത്യേകത. ഇതിൽ ന്യൂക്ലിയർ സിസ്റ്റം ആണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്നാണ് ന്യൂക്ലിയർ എനർജി ഇലക്ട്രിക് എനർജി ആക്കുന്നത്. ഇതെവിടെയൊക്കെ ഉണ്ട്? താരാപ്പൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം എന്നിവ എടുത്തുണ്ട്. ഇതിന്റെ എനർജി ചേഞ്ച് ന്യൂക്ലിയർ എനർജി കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക് എനർജി പഠിച്ചോണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. ഇനി ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകും. ആദ്യത്തും അവസാനം തമ്മിൽ തിരിഞ്ഞു പോവല്ലേ. എന്താണ് ന്യൂക്ലിയർ ഫിഷൻ? ന്യൂക്ലിയർ ഫിഷൻ എന്ന് വെച്ചാല് പാരന്റ് ന്യൂക്ലിയസ് തമ്മിൽ ബൊമ്പാടി ചെയ്യിപ്പിച്ച് വെയിറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ മാസ് കുറഞ്ഞ ലൈറ്റർ ആയിട്ടുള്ള ന്യൂക്ലിയാക്കുന്ന സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. അതായത് പാരന്റ് ന്യൂക്ലിയർ ബൊമ്പാടി ചെയ്യിപ്പിച്ച് സ്പ്ലിറ്റ് ചെയ്ത് ന്യൂക്ലിയസ് കുറഞ്ഞ അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ന്യൂക്ലിയാക്കുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷനിലെ പ്രകാരം വർക്ക് ചെയ്യുന്ന ബോംബാണ് ആറ്റം ബോംബ്. ഏതാണ്? ആറ്റം ബോംബ്. ഇനി ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വെച്ചാൽ ലൈറ്റർ ആയിട്ടുള്ള ന്യൂക്ലിയർ കമ്പൈൻ ചെയ്ത് ഹെവിയർ ന്യൂക്ലിയർ ആവുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇനി ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഓക്കെ, നോക്കിക്കോണേ. ഇനി ലാസ്റ്റ് ടോപ്പിക് ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി, എനർജി ക്രൈസിസ്. എന്താണ് ഈ ഗ്രീൻ എനർജി? ഗ്രീൻ എനർജി എന്ന് വെച്ചാൽ മറ്റൊരു പേരുണ്ട് ക്ലീൻ എനർജി എന്നാണ്. അഥവാ റിന്യൂവബിൾ എനർജി, പുതുക്കി ഉപയോഗിക്കാൻ പറ്റുന്ന എനർജിയാണ് നമ്മൾ ഗ്രീൻ എനർജി എന്ന് പറയാറ്. ഇത് പൊല്യൂഷൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത്, എക്കോ ഫ്രണ്ട്ലി ആണ്. ഇതിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ സോളാർ എനർജി, ടൈഡൽ എനർജി, വിൻഡ് എനർജി എക്സെട്ര. ഇനി ബ്രൗൺ എനർജി എന്ന് വെച്ചാൽ നേരെ തിരിച്ച് പറയാം, നോൺ റിന്യൂവബിൾ എനർജിയാണ്. ഗ്ലോബൽ വാർമിംഗ് കൂട്ടാൻ കാരണമാക്കുന്നുണ്ട്. ഇത് നമുക്ക് എക്കോ ഫ്രണ്ട്ലി അല്ല. ഇതിന് ഉദാഹരണം പറഞ്ഞ ന്യൂക്ലിയർ റിയാക്ടർ, അതുപോലെ തന്നെ നമ്മുടെ എന്തൊക്കെ പറയാം, തെർമൽ പവർ സ്റ്റേഷൻ, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ബ്രൗൺ എനർജിക്ക് ഉദാഹരണം. ലാസ്റ്റ് ടോപ്പിക് എനർജി ക്രൈസിസ്. എന്താണ് എനർജി ക്രൈസിസ്? എനർജിയുടെ ഡിമാൻഡ് കൂടുകയും എനർജിയുടെ അവൈലബിലിറ്റി കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തെ വിളിക്കുന്ന പേരാണ് എനർജി ക്രൈസിസ്. എനർജി ക്രൈസിന് പ്രധാന കാരണം എനർജി ലോസ് ആണ്. എന്താണ്? എനർജി ലോസ് ആണ്. ഈ എനർജി ലോസ് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ, എനർജി ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എനർജി ക്രൈസിസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്ന്, എനർജി ജുഡീഷ്യൽ ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. രണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂട്ടിലൈസ് ചെയ്യുക. LED പോലുള്ള ബൾബുകളെ പ്രോത്സാഹിപ്പിക്കുക. വാട്ടർ ചുമ്മാ കളയാതിരിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ടെസ്റ്റിന്റെ അവസാന പോയിന്റ് ഉണ്ട്. അപ്പൊ ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോവുക. നമുക്ക് 90% കൂടുതൽ മാർക്ക് നമ്മൾ ഇപ്പോൾ തന്നെ കവർ ചെയ്തു. ഇനി കുറച്ച് കണക്കും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മക്കളെ A+ കിട്ടുന്നതായിരിക്കും. ധൈര്യമായിട്ട് പോയി പരീക്ഷ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.